നമസ്കാരം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ 2024 സ്വല്പം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2025 മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 അഭൂതപൂർവമായിട്ടുള്ള വളർച്ച അനുഭവപ്പെടുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും ഇതിൻ്റെ വെളിച്ചത്തിൽ ജീവിത നിലവാരം വർദ്ധിക്കും. വസ്തു വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കുവാനും ഒരുപക്ഷെ ചിങ്ങമാസത്തിൽ തന്നെ ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും ഇടയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. എപ്പോഴും ഒരു ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് സ്വല്പം ആത്മവിശ്വാസം വർദ്ധിക്കുവാനും സ്വല്പം ആത്മവിശ്വാസം കുറയുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ജീവിതശൈലി രോഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കാൻ ഇടയുണ്ട്. പലപ്പോഴും ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഫലപ്രാപ്തിയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തി നേടും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും സൽകീർത്തിക്കും യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ചെയ്തു വരുന്ന കാര്യങ്ങൾ പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. സൂചനകൾ ലഭിച്ചതിനാൽ കർമ്മമണ്ഡലങ്ങളിൽ ചില പരിവർത്തനങ്ങൾ നടത്തുവാനും ആധുനിക സംവിധാനം അവലംബിക്കുവാനും പുതിയ പ്രചരണ രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ, വാഹനം എന്നിവ മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായിട്ടോ ഡിസംബർ മാസത്തിലോ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനിടവരും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സഹപ്രവർത്തകരെയും വിദേശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മംഗളകരമായിട്ടുള്ള രീതിയിൽ ഓണമാഘോഷം വളരെ നല്ല നിലയിൽ മംഗളമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. ഉദ്ദേശിച്ച കർമ്മ പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായവും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി മാതൃകാപരമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സങ്കല്പങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അവസരം വന്നു ചേരും. ആശയവിനിമയങ്ങളിൽ കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കുകയും ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി വിപണന മേഖല വിപുലമാക്കുവാൻ സാധ്യതയുണ്ട്. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. സുദീർഘമായിട്ടുള്ള ചർച്ചകളിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പൊതുജന സ്വീകാര്യത വന്നു ചേരുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനും ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുവാൻ ഉള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. നടപടിക്രമങ്ങളിൽ വിശ്വാസയോഗ്യമാകും വിധത്തിൽ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അവലംബിക്കുവാനുമുള്ള അവസരം ഭാവിയിലേക്ക് ഗുണകരമായി തീരാൻ ഇടയുണ്ട്.
അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും ജൂൺ മാസം മുതൽ തിരുത്തുവാനും അതിനുവേണ്ടി കൂടുതൽ സമയം പണിയെടുത്ത് ജോലി ചെയ്യുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ചിത്രം, വര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ, ഭാരതീയ ശാസ്ത്രങ്ങൾ തുടങ്ങിയവയിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് ജൂൺ മാസം മുതൽ മത്സര രംഗങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട വരും. പുതിയ കൃഷി രീതികൾക്ക്, ആധുനിക സംവിധാനത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുന്നത് സ്വല്പം പണച്ചെലവുണ്ടെങ്കിൽ പോലും ഇതിനോട് ബന്ധപ്പെട്ടവരുടെ സഹായ സഹകരണം ഇതിന് ഗുണകരമായി തീരുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള രാജ്യത്ത് കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനോ സമീപത്തുള്ള വീട് വാങ്ങി മാതാപിതാക്കളെ താമസിപ്പിക്കുവാനോ സാധ്യതയുണ്ട്. പൊതുവെ വ്യക്തിപരമായിട്ടും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും തൊഴിൽ മേഖലയുള്ളവർക്കും ഒരേപോലെ നേട്ടവും അനുഭവങ്ങളും പുരോഗതിയും ഉണ്ടാക്കി തരുന്ന കാലമാണ് 2026 ആണ്ട്. രേവതി നക്ഷത്രം ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള 2026 അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്.